ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? വീഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ടിങ്ങനെ പോകുന്നുണ്ട്, പക്ഷേ ആരൊന്നും പറയുന്നൊന്നുമില്ല. അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ലൈക്ക് അടിക്കാനും മറക്കരുത്, കൂടെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം ചാനലിന് വീഡിയോസിനൊക്കെ വ്യൂവേഴ്സൊക്കെ ഉണ്ട് ഒരുപാട്, പക്ഷേ സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ ഒന്നും കാണുന്നില്ല. അപ്പോൾ അതുകൂടെ ഒരു സൈഡിലൂടെ നടന്നോട്ടെ. ഓക്കെ. ജേസൺ ബ്ലോഗ് ട്രക്ക് 2026 നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒരു കളിയാട്ട മഹോത്സവവുമായി ബന്ധപ്പെട്ടിട്ടാണ്. കുറച്ചധികം സമയമുണ്ട്, സമയമെടുത്ത് കാണേണ്ടി വരും. അതായത് നമ്മുടെ മാട്ടൂൽ നോർത്ത് കക്കാടഞ്ചാൽ ഭാഗത്ത് ആര്യക്കര ഭഗവതി ക്ഷേത്രം, അവിടെ പുനഃപ്രതിഷ്ഠ 35 വർഷത്തിന് ശേഷം പുനഃപ്രതിഷ്ഠയും അതിൻ്റെ ഭാഗമായ കളിയാട്ട മഹോത്സവവും നടക്കുകയുണ്ടായി. അതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിലുണ്ട്. വീഡിയോ അല്പം വേഗതയിലാണുള്ളത്, കാരണം കുറേ ലോങ് ആയതുകൊണ്ടും എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും എൻ്റെ ഫോണിലേക്ക് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഇല്ല. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അതിന് സ്പീഡാക്കിക്കൊണ്ട് ചെണ്ടകൊട്ടൻ്റെയൊക്കെ താളൊക്കെ അറിയാലോ, മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. എന്നാലും വീഡിയോസ് ഏകദേശം എല്ലാ വീഡിയോകളും അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കളിയാട്ട മഹോത്സവം, പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവം എന്തുകൊണ്ടും വളരെ അതിഗംഭീരമായിരുന്നു. 10 തെയ്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരുകൾ ഓർത്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നില്ല, ചിലപ്പോൾ പറഞ്ഞാൽ തെറ്റിപ്പോവും. നല്ല ഓർമ്മയുള്ളത് പറയാം. കുറത്തിയമ്മ, ഗുളികൻ ദൈവം, അതുപോലെ ശ്രീ പൊട്ടൻ ദൈവം, പിന്നെ ആര്യക്കര ഭഗവതി, പിന്നൊരു ഭഗവതി കൂടി ഉണ്ടായിരുന്നു. പിന്നുണ്ടായത് ഒരു മന്ത്രമൂർത്തിയാണെന്ന് തോന്നുന്നു. അങ്ങനൊരു ദൈവം, അങ്ങനൊരു തെയ്യം, അങ്ങനെല്ലാം കൂടെ ഒരു പിന്നെ ധർമ്മദൈവം ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 10 തെയ്യം ഉണ്ടായിരുന്നു. ചെറിയൊരു ക്ഷേത്രമാണ്, പക്ഷേ നല്ല അതിഗംഭീരമായി 10 തെയ്യം ഉൾപ്പെടുത്തിയ ഒരു കളിയാട്ട മഹോത്സവം. ഞാൻ ആദ്യമായിട്ടാണ് 10 തെയ്യമൊക്കെ ഉള്ളൊരു കളിയാട്ട മഹോത്സവം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ അങ്ങനെ ഉത്സവങ്ങളിലേക്കെല്ലാം പോക്കെല്ലാം കുറവായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഈ ഉത്സവങ്ങൾക്കെല്ലാം പോകാൻ തുടങ്ങിയത്. ഞാൻ മാത്രമല്ല, എൻ്റെ അനുജത്തി കൂടി ഉണ്ടാവും. അനുജത്തി ഞാനും കൂടെ പോയിട്ടാണ് ഈ കളിയാട്ടങ്ങളൊക്കെ കാണാറ്. അപ്പോൾ കളിയാട്ട മഹോത്സവത്തിൽ പങ്കെടുത്തു, എല്ലാ തെയ്യങ്ങളൊക്കെ കണ്ടു. പിന്നെ അന്നദാനത്തിൽ പങ്കെടുത്തു, അന്നദാനം കഴിച്ചു. അന്നദാനമൊക്കെ അതിഗംഭീരമായിരുന്നു, നല്ല രുചികരമായ ഭക്ഷണമായിരുന്നു. തെയ്യങ്ങളും എല്ലാം നല്ല അടിപൊളിയായിരുന്നു. നല്ല പ്രത്യേകിച്ച് കരിഞ്ചാമുണ്ടിയെ ഓടി വരുന്ന സമയത്ത് കരിഞ്ചാമുണ്ടിയെ കണ്ട് സ്ത്രീകളൊക്കെ ഇറങ്ങി ഓടുന്ന ഓട്ടം, അതുകൊണ്ട് ഞങ്ങളൊന്ന് പേടിച്ചു. കാരണം എല്ലാവരും കൂടി ഇടിച്ചും കെട്ടി ഓടിച്ചാടി നമ്മളൊക്കെ എൻ്റെ അടുത്ത് വിട്ടുപോയാലേ ചവിട്ടിക്കൂട്ടലേ ഉണ്ടാവും. അതുകൊണ്ട് അതിന് മാത്രം അടുത്ത് ചെന്ന് കണ്ടില്ല, പക്ഷേ ആ കരിഞ്ചാമുണ്ടിയെ ദൂരെ നിന്ന് കണ്ടു. ബാക്കി എല്ലാ ദൈവങ്ങളും അടുത്തു നിന്ന് തന്നെ കണ്ടു. നല്ല അതിമനോഹരമായിരുന്നു.
മിനിയാന്ന് രാത്രിയും ഇന്നലത്തെ പകലും തെയ്യം കഴിഞ്ഞപ്പോൾ ശരിക്കും എന്തോ നഷ്ടപ്പെട്ട പോലെ. ഇനി വേണമായിരുന്നു, ഇനിയും ഒരു വർഷത്തോളം കാത്തിക്കണമല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു. പിന്നെ എടുത്തു പറയേണ്ടത് അവിടുത്തെ അന്നദാനമായിരുന്നു. അന്നദാനത്തിൽ നാനാജാതി മതസ്ഥരും, അവിടെ ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ രീതി അങ്ങനെ തന്നെയാണ്, നമ്മുടെ നാട് അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയം ഇല്ല എന്നും പറയുന്നില്ല. പക്ഷേ എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ, പക്ഷേ അതൊന്നും കൂടിയിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുമിച്ച് കൂടുന്ന സമയത്തൊന്നും അങ്ങനെ രാഷ്ട്രീയപരമായിട്ടുള്ള പെരുമാറ്റമൊന്നുമില്ല. എല്ലാവരും ഒരുപോലെയാണ്. അതുപോലെ തന്നെ ഇതുപോലെ എന്തെങ്കിലും തെയ്യം, അതുപോലെ വിവാഹം, മറ്റ് ആഘോഷങ്ങൾ, ഈസ്റ്റർ, വിഷു, ക്രിസ്മസ് തുടങ്ങിയ എന്തും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു നാട് തന്നെയാണ് നമ്മുടെ നാട്. അപ്പോൾ ഇന്നലെയും അവിടെ അന്നദാനത്തിന് എല്ലാ മതസ്ഥരും പങ്കെടുക്കേണ്ടായി. എല്ലാവരും ഭക്ഷണം കഴിക്കുന്നതൊക്കെ കണ്ടു. അവിടുന്ന് ഇന്ന മതസ്ഥരെന്നൊന്നും ഞാൻ പറയുന്നില്ല, എല്ലാവരും ഉണ്ട്. പിന്നെ അതൊരു തെയ്യം കാണാനും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ആ ഒരു പ്രത്യേകത ഉണ്ട്. ഈ ഗുളികൻ തെയ്യം വരുമ്പോൾ സമയത്ത് കുട്ടികൾ ഇങ്ങനെ കൂവി വിളിച്ചുകൊണ്ട് ഓടും. നല്ല രസമാണ്. മാരിത്തെയ്യം വരുമ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണ്. അത് തെയ്യം ഓടിക്കും. അപ്പോൾ ഓടാൻ വേണ്ടിയിട്ടൊരു രസം, കുട്ടികൾക്കൊരു രസം. അപ്പോൾ അതിനും എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികളും പൂവ് വിളിച്ച് തെയ്യം ഓടുന്നു. അതിൽ കൈ കിട്ടിയതിനെ തെയ്യം എടുത്ത് കൊണ്ടു നടക്കുന്നു. അങ്ങനെ എന്തൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. അങ്ങനെ അതിമനോഹരമായി ശ്രീ ആര്യക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിൻ്റെ പുനഃപ്രതിഷ്ഠയും കളിയാട്ട മഹോത്സവം ഇന്നലെ അവസാനിച്ചു. അതിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള ഐക്യം, ഒരുമ, ഇതൊക്കെ വളർന്നുകൊണ്ടിരിക്കാനായിട്ട്, എന്നും നിലനിൽക്കാനായിട്ട് ഇത്തരത്തിലുള്ള ഉത്സവങ്ങൾ എന്നും സഹായകമാണ്. അതുപോലെ മുതൽക്കൂട്ടാണ്. നമ്മുടെ നാടിൻ്റെ പാരമ്പര്യം എന്ന് ഇതുപോലെ കാത്തു സൂക്ഷിക്കാനായിട്ട് എല്ലാവരും സാധിക്കട്ടെ. എന്നാണ് ഞാൻ എപ്പോഴും ആശംസിക്കുക. പ്രാർത്ഥിക്കുക എന്നല്ല, ആശംസിക്കുക. നമ്മൾ പ്രാർത്ഥനയിലും അതുപോലെ ആശംസകളിൽ എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിലുള്ള അനുഷ്ഠാന കലകളായിക്കഴിഞ്ഞാലും എല്ലാം അത് നിലനിൽക്കട്ടെ. അപ്പോഴാണ് ഇവിടെ ആളുകൾ തമ്മിൽ ഒരുമിച്ച് കൂടുക, എല്ലാ മതസ്ഥരും ഒരുമിച്ച് കൂടുക, ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ലാതെ ഒരുമിച്ച് കൂടുക. അവർ ഐക്യം നിലനിൽക്കാനായിട്ട് ഇത്തരം ഉത്സവങ്ങളൊക്കെ എന്നും ഗുണം ചെയ്യും. ഇതൊക്കെ ഉണ്ടായതിൻ്റെ ഉദ്ദേശവും ഇതൊക്കെ തന്നെയാണ്. പ്രാർത്ഥനാ വിശ്വാസം, അതിലുപരി മനുഷ്യർ തമ്മിലുള്ള യോജിപ്പ് അതുണ്ടാവുക. നമുക്കറിയാം, ഒരു കൂട്ടർ ജാതിയുടെ മതത്തിൻ്റെയും പേര് പറഞ്ഞ് വേർതിരിവും വർഗീയതയും ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എപ്പോഴും കാണുന്നത്. പിന്നെ അത്ര ആളുകൾക്ക് ഉള്ളൊരു ചുട്ട മറുപടിയാണ് ഇത്തരത്തിലുള്ള ആര്യക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ പോലെയുള്ള ക്ഷേത്രങ്ങൾ നടക്കുന്ന ഉത്സവങ്ങളും അന്നദാനവും അവിടെയുള്ള ജനത്തിരക്കും ആളുകളുടെ ഒരുമിച്ച് കൂടിയുള്ള പ്രവർത്തനങ്ങളും സന്തോഷം പങ്കിടലൊക്കെ ഇതൊക്കെ എന്നും നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ആര്യക്കാട്ട് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട വീഡിയോ ചാനലിൽ ഉണ്ട്, അതെല്ലാവരും കാണുക. ഇതുപോലുള്ള അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക, ഒരുമിച്ച് കൂടുവാനും ഒരുമിച്ച് ആഘോഷിക്കാനും.
ഒക്കെ ആയിട്ട് ഇത്തരം കളിയാട്ട മഹോത്സവങ്ങൾ എല്ലാവരും ഉപയോഗപ്പെടുത്തുക. ജീവിതത്തിൽ അവസാനം ഇതൊക്കെ ഒരു നമുക്ക് എന്താ പറയണ്ടേ ഉണ്ടാവുള്ളൂ. മനുഷ്യർ തമ്മിലുള്ള സ്നേഹവും ബന്ധങ്ങളൊക്കെ ഒന്ന് വർദ്ധിപ്പിക്കാനായിട്ട് ഇതുപോലുള്ള കൂടിക്കാഴ്ചകളും കൂടിച്ചേരലുകളൊക്കെ മാത്രമേ ഉണ്ടാവൂ. അല്ലാതെ നമ്മളിപ്പോൾ മതത്തിൻ്റെ പേര് പറഞ്ഞോ അല്ലെങ്കിൽ വർഗം ജാതി മത രാഷ്ട്രീയം പറഞ്ഞ തമ്മിൽ തല്ലിയിട്ടൊന്നും ഒരു കാര്യമില്ല. എപ്പോഴും ആരെക്കൊണ്ട് എങ്ങനെ ഉപയോഗപ്പെടുക, ആരെക്കൊണ്ട് എത്തുക എന്നൊന്നും പറയാൻ കഴിയില്ല. നമ്മൾ മതി, നമ്മളെ മതം മാത്രം മതി, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയം മതി, നമ്മൾ മാത്രം മതി എന്ന ചിന്തകൾ അതൊന്നൊരിക്കലും ഗുണമാവില്ല ഇക്കാലത്ത് എന്ന് തെളിയിക്കുന്ന ഓരോ സംഭവങ്ങൾ നമുക്ക് മുന്നിൽ തന്നെ ഉണ്ട്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഓരോ ദിവസവും നമ്മൾ ഓരോ വാർത്തകൾ കേൾക്കുന്നില്ല. അപ്പോൾ ജാതി മത രാഷ്ട്രീയ വർഗ വ്യത്യാസങ്ങൾക്ക് അപ്പുറം അതൊന്നും ഒരു അതിർവരമ്പോ അല്ലെങ്കിൽ വേർതിരിവോ ഇല്ലാതെ മനുഷ്യർ മനുഷ്യരായി എന്നും സ്നേഹബന്ധത്തോടെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.